ബേക്കറി വിഭവങ്ങളും ഇനി ഹോൾസെയിൽ വിലയിൽ. ചോയ്സ് ബേക്സ് ഹോട്ട് ആൻഡ് കൂൾ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. വാണിയമ്പലം താളിയംകുണ്ട് റോഡ് ജംഗ്ഷനിൽ 21 വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രൂപത്തിലും ഭാവത്തിലും. മേന്മയേറിയ ബേക്കറി ഉൽപ്പന്നം, വിവിധതരം കേക്കുകൾ, മധുര പലഹാരങ്ങൾ, ബർഗർ, ഷവർമ, വെറൈറ്റി ജ്യൂസ്, അവിൽ മിൽക്ക്. കല്യാണം ഇവന്റുകൾ, ലേറ്റ് ആൻഡ് സോങ് സ്റ്റേജ് പ്രോഗ്രാമുകൾ, കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും AC, നോൺ AC സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടൂർ നടുവത്ത് മൂച്ചിക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആതാസ് ഈവന്റോ നടുവത്ത് മൂച്ചിക്കച്ചോല വണ്ടൂർ. നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഈ മാസം 7 മുതൽ 14 വരെയാണ് കേരളോത്സവം നടക്കുക. ശനിയാഴ്ച നടന്ന ഫുട്ബോൾ മത്സരം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കേരളോത്സവം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വളരെ വിപുലമായി തുടക്കം കുറിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കലാകായിക മത്സരങ്ങളോടുകൂടി ഇത് പര്യവസാനിക്കുമ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വണ്ടൂർ ബ്ലോക്കിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് കൂടുതൽ ടീമുകൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പങ്കെടുക്കാൻ സാധിക്കട്ടെ, മത്സര ഇനങ്ങൾ ജയിച്ചുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് തലങ്ങളിൽ വരെ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗ്രാമീണ തലങ്ങളിൽ ഈ കേരളോത്സവങ്ങളിലൂടെയാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയുന്നത്. പ്രായപരിധിയൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂൾ തലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിൽ കേരളോത്സവങ്ങളിലൂടെയാണ് വിവിധ മത്സരങ്ങളിൽ അവരുടെ പ്രതിഭകൾ അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മേളയാണ് കേരളോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ജനകീയമായി തന്നെ ഫുട്ബോളിനൊക്കെ സ്വാഭാവികമായി ആളുകൾ കൂടുതലുണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാ ഇനങ്ങളിലും, എല്ലാ മത്സര ഇനങ്ങളിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുക, ജയിക്കുക എന്നുള്ളതല്ല, അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു മേളയുടെ മികവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് വിജയിച്ചു വന്നവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർക്ക് എല്ലാവിധ വിജയാശംസകളും. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനും വളരെ ഗംഭീരമായിക്കൊണ്ട് തന്നെ ഈ തവണയും കേരളോത്സവം നടത്താൻ മുന്നിട്ടിറങ്ങിയ ഭരണസമിതിക്ക്, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ കേരളോത്സവം ഡിസംബർ 7 മുതൽ 14 വരെ
വിവിധ പ്രദേശങ്ങളിൽ വെച്ചിട്ട് വളരെ വിപുലമായിട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ് ഇന്നിവിടെ ആരംഭിച്ചത്. ബഹുമാനായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീ KT അജ്മൽ അവർ ഇന്ന് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഇതിനുശേഷം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വിവിധ ഗ്രൗണ്ടുകളിലും അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലൊക്കെ വെച്ചിട്ട് കായിക മത്സരങ്ങൾ, ഗെയിംസ് മത്സരങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എല്ലാവരുടെയും സഹകരണങ്ങൾ ഇതിനുണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് JC ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ V ശിവശങ്കരൻ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ, സുനിൽകുമാർ, കോർഡിനേറ്റർ സാജു ഗോപിനാഥ്, K അസിൽ, K മുഹമ്മദ് റാഫി, അനു പുതുക്കോട്, ശരത് ഭാസ്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.